I thank you for participating in this Bible study. നിങ്ങൾ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് ഉള്ള സമയത്തിൽ നിന്ന് കുറച്ച് സമയം ദൈവവചന പഠനത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിക്കുന്ന നിങ്ങളുടെ വില്ലിങ്നെസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് തരേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Last week we looked at verses up to 9, I think. Mainly we were thinking about Paul's authority as an apostle. Also we looked at who is an apostle, that we looked at in detail. പൗലോസ് അപ്പോസ്തലൻ്റെ അധികാരം, അപ്പോസ്തലൻ ആര്, എന്തൊക്കെയാണ് അപ്പോസ്തലൻ്റെ ക്വാളിഫിക്കേഷൻസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു. ചില ഉദാഹരണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. അദ്ദേഹത്തിന് ബർന്നബാസിന് ഒക്കെ സപ്പോർട്ട് സ്വീകരിക്കാനുള്ള റൈറ്റ്, അവകാശമുണ്ട്. He has a right to receive support from the churches. അതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാര്, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാര്, ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്, ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. The ox or oxen that treads the grain, separates the grain from the husk. They do not put a cover on his mouth, because that will prevent him from eating the grain. അതായത് നമുക്ക് വേണ്ടി, നമ്മുടെ ഒരു മലയാള രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് വേണ്ടി ഞാറ് നടുന്നവർ, നമുക്ക് വേണ്ടി കൊയ്യുന്നവർ, അത് ചുമന്നുകൊണ്ട് വന്ന് മെതിക്കുന്നവർ, അവരെ പട്ടിണിക്കിട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മയുടെ വീട്ടിൽ കുറച്ച് കണ്ടമൊക്കെ ഉണ്ടായിരുന്നു. അവരാ മെതിക്കുമ്പോൾ 1/6 ആ മെതിക്കുന്ന ആക്ക, പദം ഇതിനകത്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും 6 ഇടങ്ങഴി മെതിച്ചാൽ ഒരിടങ്ങഴി ആ മെതിക്കുന്ന ആക്ക. സോ the people who labored to thresh the wheat or the rice or the paddy, they got 1/6 of the grain. So they always got a proceeds from their toils. എന്ന് പറഞ്ഞതുപോലെ, in the same manner, the people who proclaim the gospel of Jesus Christ has the right to be supported by the people who they are preaching to. That is what Apostle Paul is saying. അവർ സുവിശേഷം അറിയിക്കുന്ന ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ, അവരുടെ സപ്പോർട്ട് സ്വീകരിക്കുവാൻ ഉള്ള അധികാരം അപ്പോസ്തലന്മാർക്കുണ്ട്. അപ്പം ന്യായമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെയും ബർന്നബാസിനെ അവർ സപ്പോർട്ട് ചെയ്യാഞ്ഞത്? ആ കാര്യവും നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം കൂടെ പറയാം. മറ്റ് അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ കൊരിന്തിലുള്ള ആളുകളെ സംബന്ധിച്ച്, ഗ്രീക്ക് ആളുകളെ സംബന്ധിച്ച് ഒരു പ്രത്യേകത, കൈകൊണ്ട് വേല ചെയ്യുന്നത് വളരെ ഒരു മീനിയൽ ജോബായിട്ട് അവർ കരുതിയിരുന്നത്. പൗലോസ് അപ്പോസ്തലനാകട്ടെ കൈകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. ടെൻറ്റ് മേക്കിംഗ് ആയിരുന്നു, കൂടാരപ്പണിയായിരുന്നു, തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈകൊണ്ട് എന്തെങ്കിലും വേല ചെയ്യുന്നവരെ അവർ വളരെ ഒരു താഴ്ന്ന നില, they look down upon the people who were working with their hands, people who were doing menial labor. അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരെ വളരെ ഒരു മോശമായിട്ട് അവർ നോക്കിയിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരല്ലെന്നുള്ള കംപ്ലൈൻറ്റ്, അതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നു. അവർ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് അവരെ മോശമായിട്ട് നോക്കിയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നോ മാറ്റർ whatever you say, whether you pay me or whether you don't pay me, എന്നെ സംബന്ധിച്ച് ഏറ്റവും
വളരെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. വേറെ സ്ഥലത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, യവനനും ബർബരനും എല്ലാം ഞാൻ കടക്കാരനായിരിക്കുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സോ ഐ എം കൺസ്ട്രെയിൻഡ് ബൈ ഗോഡ്. And I have to, because God has called me to preach the gospel of Jesus Christ. So whether you support me, whether you don't support me, I will continue to preach the gospel of Jesus Christ. This is where we ended last week. അപ്പോൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പം 9-ാം വാക്യം മുതൽ 9-10 വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്ന അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ. അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്ന് ആശയോടെ മെതിക്കുകയും വേണ്ട ആകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അത്രേ. ഓക്കെ, അവിടെ ഒന്ന് നിൽക്കാം. കാളയ്ക്ക് വേണ്ടിയല്ലേ അതൊക്കെ ആയാലും ഇത് എഴുതിയിരിക്കുന്നതെന്ന് അതിൻ്റെ അടുത്ത വാക്യങ്ങൾ പറയുന്നത് രസകരമായ ഒരു കാര്യം. കാളയ്ക്ക് എഴുത്തും വായന അറിയത്തില്ല. അപ്പം കാളയ്ക്ക് വേണ്ടിയല്ല ഇത് എഴുതിയത്, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. അന്നുള്ളവർക്ക് വേണ്ടി ഇന്നുള്ളവർക്കും വേണ്ടി അത് എഴുതിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ, ഞാനൊരു നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. താഴോട്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ ഒരു കാളയെക്കുറിച്ച് നമ്മൾ അത്രയും വിചാരിക്കുന്നെങ്കിൽ ഒരു അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ എത്ര അധികം വിചാരിക്കണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മറ്റുള്ള ജോലികളെക്കാളും വളരെ ഉന്നതമായ ഒരു ജോലിയാണ്. അപ്പോൾ സുവിശേഷം അറിയിച്ചിട്ട് ആത്മീകമായത് ചെയ്തിട്ട് ഭൗതികമായത് ചിലത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അതൊരു വലിയൊരു സംഗതി അല്ലെന്ന് പൗലോസ് ശ്രമിക്കുക. ഹീസ് ട്രൈങ് ടു മെയിൻറ്റെയിൻ ഓർ ഹീസ് ട്രൈങ് ടു അഫേം ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ ടു എക്സ്പെക്ട് സപ്പോർട്ട് ആഫ്റ്റർ പ്രീച്ചിങ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വിച്ച് ഇസ് എ മച്ച് ഹയർ പ്രൊഫഷൻ ദാൻ ഓൾ അതർ പ്രൊഫഷൻസ്. അവിടെ ഹീസ് ഡ്രോയിങ് സം തോട്ട്സ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. In the Old Testament, one tribe out of the 12 tribes was set apart for the work in the temple, for doing sacrifices and doing work in the temples. And that was the tribe of Levi. ലേവി ഗോത്രത്തെ ആലയത്തിലെ ആരാധനയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചപ്പോൾ കർത്താവ് ചില ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുത്തിരുന്നു. അവർക്ക് വീടില്ല, അവർക്ക് ഓഹരിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിങ്ങളുടെ ഓഹരിയാണ്, ഞാൻ തന്നെ നിങ്ങളുടെ പ്രതിഫലമാണ്. ഐ ആം യുവർ പോർഷൻ, ഐ ആം യുവർ റിവാർഡ്. സോ യു ഡോണ്ട് ഹാവ്, when the land is divided, they did not get any inheritance with the other 11 tribes. ബാക്കി 11 ഗോത്രങ്ങളോട് കൂടെ അവർക്ക് ഒരു അവകാശവും കൊടുത്തില്ല. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ദൈവം കരുതിയിരുന്നു. God had a plan so they could live from the offerings that came into the temple. ആലയത്തിലേക്ക് കടന്നു വന്ന യാഗവസ്തുക്കൾ, ആലയത്തിലേക്ക് വന്ന ഉദർച്ചാർപ്പണങ്ങൾ, സാക്രിഫൈസസ്, ഗ്രെയിൻ, ഇതിൻ്റെ എല്ലാം ഒരു പങ്ക് ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാർക്കുള്ളതായിരുന്നു, ലേവ്യർക്കുള്ളതായിരുന്നു, പുരോഹിതർക്കുള്ളതായിരുന്നു. അപ്പം ബിക്കോസ് ഗോഡ് ഈസ് ജസ്റ്റ്, ഹി ഹാഡ് എ പ്ലാൻ that the priests and the Levites who served in the temple, they could live on what came, the income that came into the temple. അതാണ് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലോ. ദിസ് ഈസ് വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. നമ്പേഴ്സ് ചാപ്റ്റർ 18 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ
അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ മുഴുവൻ ആ അധ്യായത്തിലുണ്ട്. എങ്ങനെ വാട്ട് ദേ ക്യാൻ receive from what came into the temple is explained in detail in Numbers chapter 18. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതെല്ലാം ആ ചാപ്റ്റർ മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. If you want to look at it and pursue that, you can write it down and read on your own. സാധാരണയായി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാൻ പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസൊന്നും അങ്ങനെ വായിക്കാറില്ല സ്കൂളിൽ. നിങ്ങളങ്ങനെയല്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരും ശുഷ്കാന്തി ഉള്ളവരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളത് വായിക്കുമെന്ന് എനിക്കറിയാം. താഴോട്ട് പോകുമ്പോൾ 14-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 14-ാമത്തെ വാക്യം. ഓക്കെ. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആ എക്സാക്ട് സെന്റൻസ് ബൈബിളിൽ കാണുന്നില്ല, എന്നാൽ ആ അർത്ഥം വരുന്ന 2 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. We don't see the exact sentence in the New Testament in verse 14, but there are 2 verses that Jesus means this, and we will read that because it's only 2 verses. ഒന്ന് മാത്യു 10:10, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും, വേറൊരാള് ലൂക്കോസ് 10:8 വായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. മത്തായി 10:10, വേറൊരാള് ലൂക്കോസ് 10:8. 10:10 2 ഉടുപ്പും അതെ മടിശീല പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വഴിയും കരുതരുതേ, വേലക്കാരൻ തന്നെ ആഹാരത്തിന് യോഗ്യനല്ലോ. ആ ഒരു സെക്ഷൻ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. അപ്പോ കർത്താവ് ഉദ്ദേശിച്ച ആ എക്സാക്ട് സെന്റൻസ് അവിടെ ഇല്ലെങ്കിലും ആ ആശയം അതിനകത്ത് വരുന്നുണ്ട്. കർത്താവിന്റെ വേല ചെയ്യുന്നവൻ അതുകൊണ്ട് ഉപജീവിക്കണം. ഒരു വാക്യം കൂടെ വേറൊരാള് ലൂക്കോസ് 10:8 ഒന്ന് വായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ. അപ്പം when we go into a town, whatever they set before you, eat that. അപ്പോൾ അവർ നമ്മളെ സ്വീകരിച്ചു, അവർ തരുന്നത് എന്തായാലും നമ്മുടെ മുമ്പിൽ വെക്കുന്ന എന്തായാലും നമ്മൾ ഭക്ഷിച്ചു കൊള്ളാൻ. അപ്പോൾ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. God, Jesus has allowed the evangelist or the missionary or the to subsist from the people who receive them. ഇതാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഈ അധികാരം ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇത് എഴുതുന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി അല്ല താനും. I am not writing this to receive anything from you, and I haven't used this authority to gain anything from you. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. My boasting, I'm not going to lose my boasting. My boasting is that I am working on my own and I am proclaiming the gospel of Jesus Christ without any support. I would rather not lose my boasting rather than get help from you and lose my boasting. Is that is clear? നമ്മൾ മുമ്പേ സംസാരിച്ച വാക്യം 16-ാമത്തെ വാക്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷ ഘോഷണത്തിൽ അധികാരമൊന്നും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് എൻ്റെ പ്രശംസയാണ്. I am boasting in the fact that I am doing the proclamation of the gospel of Jesus Christ without any support from you.
because I am constrained by the love of Jesus to proclaim the gospel of Jesus Christ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നു. അടുത്ത ചില വാക്യങ്ങൾ നമുക്ക് കുറച്ച് ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്യമാണ്. അദ്ദേഹം പറയുന്നത് 19 മുതലുള്ള 2-3 വാക്യങ്ങളൊന്ന് വായിക്കണം. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവനെ പോലെയായി. ദൈവത്തിന്റെ ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ക്രിസ്തുവിനും ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. വായിക്കണം. അപ്പോൾ അത് മതി, താങ്ക് യു. അപ്പോൾ ഒരു ചിന്ത കുഴപ്പമില്ല. യഹൂദന്മാരുടെ അടുത്ത് യഹൂദന്മാരെ പോലെയായി, ജെൻറ്റൈൽസിൻ്റെ അടുത്ത് ജെൻറ്റൈൽസിനെ പോലെയായി, ന്യായപ്രമാണം ഇല്ലാത്തടുത്ത് വരുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവരെ പോലെയായി. അതെന്തോ അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഡോക്ടറിനൊക്കെ വ്യത്യാസം വരുത്തിയെന്ന് ചിലപ്പോൾ ചിന്ത വരാം. ഡോക്ടറിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ല. ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അവരോട് ഇടപെടാൻ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് തിമോത്തിയോസിനെ സർക്കംസൈസ് ചെയ്തത്. യഹൂദന്മാരെ നേടേണ്ടതിന് യഹൂദൻ പരീശയിൽ ജനിച്ച പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച അനിന്ദ്യൻ, ഓരോരുത്തരുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അദ്ദേഹം വ്യത്യസ്തമാക്കി. കാരണം പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ കൂട്ടുചേർത്തില്ല, വെള്ളം ചേർത്തില്ല. അത് അങ്ങനെ തന്നെ പറഞ്ഞു. എന്നാൽ ഓരോ ഓഡിയൻസിനെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളൊരു ഒരു പ്രത്യേക ഒരു ടാലൻ്റ് അപ്പോസ്തലനുണ്ടായിരുന്നു. യഹൂദന്മാരുടെ അടുത്ത് നിന്ന് ഡോക്ടർ മാറ്റിയില്ല, ജെൻറ്റൈൽസിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയില്ല. അതിനൊരു ഉദാഹരണം, an example that he did not change his doctrine is found. നമ്മൾ ആദ്യം ചിന്തിച്ച 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. Chapter 1, 1 Corinthians chapter 1 verses 22 through 24. കേൾക്കാൻ വരുന്നത് ഓക്കെ. അപ്പം ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചു. അത് യഹൂദന്മാരായാലും യവനന്മാരായാലും ബർബരന്മാരായാലും ഉപദേശത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ പ്രസംഗിച്ചു. എന്നാൽ ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണമെന്നുള്ള ഒരു പ്രത്യേക ഒരു ടാലൻറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ്, ആഥൻസിൽ ചെന്നപ്പം അവിടെ അജ്ഞാത ദേവന് എന്നെഴുതിയൊരു ഇൻസ്ക്രിപ്ഷൻ കണ്ടു. പേരെഴുതിയിട്ടില്ലായിരുന്നു. പറഞ്ഞു, ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നുള്ള ആ ദേശത്തുള്ള ലിറ്ററേച്ചർ, ആ ദേശത്തുള്ള പോയട്രികൾ, ഇതെല്ലാം അദ്ദേഹം വായിച്ചു. അവരോട് റിലേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കും ഇതൊക്കെ ഒരു പാഠമാണ്. നമുക്കും ഒരാളെ കണ്ട് അവരോട് സംസാരിക്കുന്നത്, അയാളെക്കുറിച്ച് മനസ്സിലാക്കുക, ഒരാളെക്കുറിച്ച് മനസ്സിലാക്കുക. ഞാൻ ഉദാഹരണം പറയുമ്പോൾ, ഒരാളെ കണ്ടു, അയാളോടൊരു ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിട്ട് സുവിശേഷം പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയും ബിജു ബ്രദറിനെ ഞാൻ ആദ്യമായിട്ട് കാണുക, എനിക്ക് ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പോൾ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് എനിക്ക് സുവിശേഷം പറയണമെന്നുണ്ട്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് ജോലി ഒക്കെ ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതിൽ വലിയ താല്പര്യമുണ്ടെന്ന്. സ്റ്റാമ്പ് കളക്ഷൻ, എനിക്കും സ്റ്റാമ്പ് കളക്ഷൻ വളരെ താല്പര്യമാണ്, സത്യത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച്, സ്റ്റാമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളൊരു സൗഹൃദം നമ്മൾ സ്ഥാപിച്ചു, നമ്മളൊരു കൂട്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഒരു കോമൺ ഫാക്ടർ നമ്മൾ തമ്മിലായി. അത് കഴിഞ്ഞിട്ട് പറയുക, എവിടെയാ ചർച്ചിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ പെന്തക്കോസ്തുകാരനല്ലായിരുന്നു, പക്ഷെ കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ രക്ഷിച്ചു.
നിങ്ങളെയും കർത്താവ് വിടുവിക്കും. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാരണം പെട്ടെന്ന് നമ്മളെ അങ്ങോട്ട് റിജക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമുക്കും പൗലോസപ്പോസ്തലൻ്റെ ചില കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ കണ്ട ഒരു ചെറിയ ഇൻസ്ക്രിപ്ഷനെ കയറി പിടിച്ചു, അത് കയറി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അത് എവിടെ കൊണ്ടിട്ടാലും പ്രസംഗിക്കും. രാജാക്കാരന്മാരുടെ മുമ്പിൽ കൊണ്ടിട്ടാലും ഗവർണറുടെ മുമ്പിൽ കൊണ്ടിട്ടാലും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയും, സുവിശേഷം പറയും. രാജാവ് തന്നെ പറഞ്ഞു, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ അതുപോലുള്ളൊരു ടാലൻ്റ് ഉണ്ടായത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ അതിലോട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യഹൂദന്മാരുടെ ഇടയിലായാലും യവനന്മാരുടെ ഇടയിലായാലും ജാതികളുടെ ഇടയിലായാലും ഹിസ് മെസ്സേജ് വാസ് ദ സെയിം. ഒരിക്കലും വെള്ളം ചേർത്തിട്ടുള്ള ഉപദേശത്തിനകത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയം വേണമല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ഓട്ടം, കിരീടം, ബോക്സിങ്, ഇതെല്ലാം എപ്പോഴും പറയും. ഞാൻ ആകാശത്തേക്ക് യുദ്ധം ചെയ്യുന്നവനായിട്ടല്ല, നിങ്ങളെല്ലാവരും കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പം എന്തോ ഇതിൻ്റെ കാര്യം? ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തു. ഈ കൊരിന്തിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഇസ്ത്മിയൻ ഗെയിംസ് എന്നായിരുന്നു. ഏതൻസിൽ ഒളിമ്പിക്സ് ഉണ്ട്. ഒളിമ്പിക്സ് നടക്കുന്ന വർഷത്തിൻ്റെ അടുത്ത ദിവസം ഇസ്ത്മിയൻ ഗെയിം നടക്കും. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നതിന് അടുത്ത വർഷം ഇസ്ത്മിയൻ ഗെയിം നടക്കും. ഇസ്ത്മിയൻ ഗെയിംസ് was like the Olympic Games, but it was done every 2 years. It was second only to the Olympic Games. ഒളിമ്പിക് ഗെയിംസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഇവൻ്റ് ആയിരുന്നു ഇസ്ത്മിയൻ ഗെയിംസ്. അത് നടന്നിരുന്ന കൊരിന്തിലാണ്. അപ്പോസ്തലൻ ഈ സമയം നോക്കിയാ കൊരിന്തിലോട്ട് വന്നത്. കാരണം കുറേ കൂടെ ആളിനെ കിട്ടില്ലല്ലോ. ആ ഗ്രീസിലുള്ള സകല മനുഷ്യരും അവിടെ കൂടും ആ സമയത്ത്. അതും കൂടെ ഓർത്ത, അത്രയും കൂടെ പേരോട് സുവിശേഷം സംസാരിക്കാമല്ലോ എന്ന് ഓർത്ത പുള്ളി അവിടെ വന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ടായി ഒരുപാട് ഈ ഓട്ടത്തെക്കുറിച്ചും ട്രോഫിയെക്കുറിച്ചും ബോക്സിങ്ങിനെക്കുറിച്ചും ഒക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതെല്ലാം അതിനകത്ത് ഐറ്റംസ് ആയിരുന്നു. ബോക്സിങ്, റെസ്ലിംഗ്, ഓട്ടം, ചാരിയറ്റ് റേസ്, പെണ്ണുങ്ങൾക്ക് പോയട്രി, വേറെ അവർക്ക് പറ്റിയ വേറെ കുറേ ഫിസിക്കൽ ഗെയിംസ് അല്ല, ലിറ്ററേച്ചർ, പോയട്രി എല്ലാം അതിനകത്ത് അവർക്കും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏതെങ്കിലും റൂള് തെറ്റിച്ചാൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുമായിരുന്നു. ഒരു റൂൾ തെറ്റിച്ചാൽ മതി, ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ചട്ടപ്രകാരം പോരാടണമെന്ന് പുള്ളി എഴുതിയതിൻ്റെ കാര്യം. റൂൾ അനുസരിച്ചായിരിക്കണം നമ്മുടെ ഓട്ടം എന്ന് പറയുന്നതിൻ്റെ കാര്യം അത്. അപ്പോൾ ഈ ഗെയിംസ് അദ്ദേഹം അത് പാർട്ടിസിപ്പേറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഹി വാസ് വെരി മച്ച് അവെയർ ദാറ്റ് ദിസ് വാസ് ഹാപ്പനിങ് ഇൻ കോരിന്ത്. അത് മാത്രമല്ല, കൊരിന്തിലുള്ള ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ നോക്കും, അവർക്ക് മനസ്സിലാകും പുള്ളി എന്നാ പറയുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരുപാട് എക്സാമ്പിൾ സ്പോർട്ടിങ് ഇവൻസിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കും. അപ്പം അത് തന്നെ നമ്മൾ എബ്രായ ലേഖനം 12:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. സകല പാപവും മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും ഉപേക്ഷിച്ച് look unto Jesus, who is the author and finisher of your faith, and run the race that is set before us. ഒരുപാട് സ്ഥലത്ത് ഒരു 10-14 റെഫറൻസ് എല്ലാ ഈ സ്പോർട്ടിംഗ് ഇവൻസിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ കാരണം. അപ്പം നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുമെന്ന് അറിയുന്നില്ലയോ? അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ, ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്രോൺസ് ഉണ്ട്. അന്നൊരൊറ്റ പ്രൈസേ ഉള്ളൂ, ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ആ പ്രൈസ് ഒന്ന് കാണിക്കാമോ ഇതിന്? ആ പ്രൈസ് ഒന്ന് കാണിക്കാമെങ്കിൽ അവിടെ ഇപ്പം സ്ക്രീനെ കാണാം പ്രൈസ്. ഇത് ഗോൾഡും അല്ല, സിൽവറും അല്ല, ബ്രോൺസും അല്ല. ഇത് ഒലിവ് ഇല കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയ ഇതാണ് കിരീടമായിട്ട് കൊടുത്തിരുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക്.
ഇത് ഇല കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടി ഓടുക എന്ന് പറഞ്ഞത്. ഇത് വാടിപ്പോകും വെയിൽ കൊണ്ടാൽ. ഹല്ലേലൂയ. താങ്ക് യു ഫോർ പ്രൊജക്റ്റിംഗ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നമ്മൾക്ക് കിട്ടാൻ പോകുന്ന കിരീടം, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കിരീടം ഈ ഇല കൊണ്ടുണ്ടാക്കിയതുപോലെ വാടുന്ന കിരീടമല്ല, അത് എന്നേക്കും നിലനിൽക്കുന്ന കിരീടമാണ്. അതുപോലെ പ്രാപിപ്പം റൺ വിത്ത് ഡിറ്റർമിനേഷൻ ടു വിൻ ദ പ്രൈസ്. ഒരു ലക്ഷ്യമില്ലാതെ ഓടുന്നവരെ പോലെയല്ല. എന്തിനു വേണ്ടി ഓടുന്നു, എങ്ങനെ ഓടുന്നു? നമ്മൾ സകല പാപവും സകല ഭാരവും വിട്ടോടണം. ഒരു ഫോക്കസിലേക്ക് കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടണം. അപ്പോൾ വിരുദ് ലഭിക്കാനുള്ള ഡിറ്റർമിനേഷനോട് ഫോക്കസോടുകൂടി ഓടണം. അങ്ങനെ ഓടുമെങ്കിൽ നമുക്ക് നിലനിൽക്കുന്ന വാടാത്ത കിരീടം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. പിന്നെയും ബോക്സിങ്ങിനെ കുറിച്ച് ഒരു ഇമേജറി പിന്നെയും വരുന്നു. ആകയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഞാൻ ചുമ്മാ ആകാശത്തോട്ട് ഇടിക്കുകയല്ല. എൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പർപ്പസോടുള്ള ഫൈറ്റാണ്, അത് മനുഷ്യരോടുള്ള ഫൈറ്റ് അല്ല. We do not wrestle against the flesh and blood. I know who I am fighting. I know who I am preaching for. And I know where I am going. I know what kind of crown that I am going to receive. ഞാൻ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു, ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു അറിയാതെയല്ല ഞാൻ ചെയ്യുന്നത്. വാടാത്ത കിരീടം പ്രാപിപ്പാൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് എൻ്റെ യുദ്ധം, ജഡരക്തങ്ങളോടല്ല എൻ്റെ യുദ്ധം എന്ന് പൗലോസ് അപ്പോസ്തലൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. താങ്ക് യു. ഇത് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യമാണ്. അതിൻ്റെ ഇമേജ് ഇപ്പം എൻ്റെ കയ്യിലില്ല. കത്തോലിക്ക സഭയിൽ 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്ലേഗ്, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ട് കാണും. ആ പ്ലേഗിൻ്റെ സമയത്ത് കുറച്ച് ആളുകൾ തന്നെത്താനെ വലിയ ചാട്ടവാർ എടുത്തിട്ട് അവർ സ്വന്തമായിട്ട് ദേഹത്ത് അടിക്കാൻ തുടങ്ങി. ഈ വാക്യം വെച്ച് അവരടിക്കുന്നു. അവർ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. അത് തന്നെയല്ല, അതങ്ങനെ ദണ്ഡിപ്പിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ പ്ലേഗ് നിർത്തണേ. ആദ്യമൊക്കെ കത്തോലിക്ക സഭ അനുകൂലമായിട്ട് നിന്നു. പക്ഷേ 14-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ ചർച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് സ്റ്റോപ്പ് ചെയ്തേക്കണമെന്ന്. അവർ സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല. ഇപ്പോഴും സ്പെയിനിൽ, ഫിലിപ്പീൻസിൽ, ഇറ്റലിയിൽ തന്നെത്താനെ ഇത് ചാട്ട കൊണ്ട് പുറത്തടിക്കുന്ന കത്തോലിക്കരുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ ശരിക്കുള്ള ജീവനുള്ള ആളുകളെ ക്രൂശിക്കുന്ന പതിവ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇമേജുകൾ ഇൻ്റർനെറ്റിലുണ്ട്. ശരിക്കുള്ള ഒരാളെ അവർ ക്രൂശിക്കും, ആണി അടിച്ച് ക്രൂശിക്കും. അത് നമ്മുടെ ഈസ്റ്ററിന് മുമ്പുള്ള ഒരാഴ്ചയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവർ വഴി കൂടെ നടന്ന് ചാട്ട കൊണ്ട് അവരുടെ പുറത്തടിക്കുകയും വെള്ളിയാഴ്ച ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനെ അതിനായിട്ട് തിരഞ്ഞെടുക്കും, അവരെ കൊണ്ട് ക്രൂശിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് അതിന് ഇപ്പോഴും കത്തോലിക്ക സഭയിൽ ഓപ്പുസ് ഡെയ്, അതൊന്ന് നിങ്ങൾ നോക്കണമെങ്കിൽ OPUS ഒരു വാക്കാണ്, ഡെയ്, DEI, സർവീസ് ഓഫ് ഗോഡ് എന്ന് മാത്രമല്ല ലാറ്റിനിൽ അതിൻ്റെ അർത്ഥം. അവർക്ക് പ്രത്യേകമായ ബിഷപ്പുമാരുണ്ട്, ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്. അവരിപ്പോഴും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് ചാട്ടയെടുത്ത് പുറത്ത് അടിച്ച് അവർ പറയുന്ന അവരുടെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി അവരുടെ പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഈ ചാട്ട കൊണ്ടുള്ള അടി. ഈ 14-ാം നൂറ്റാണ്ടിലുള്ള ആളെ വിളിച്ചിരുന്ന ഫ്ലാജലൻസ് എന്നാണ്. ഫ്ലാജലൻറ്റ് അതായത് ഫ്ലോഗ് ചെയ്യുന്ന ആള്, FLAGELLANT, ഫ്ലാജലൻറ്റ്. ഫ്ലാജലൻറ്റിസം, ആ ചെയ്യുന്ന പ്രവൃത്തി, അതിൻ്റെ നൗൺ ഫോം.
അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. സഭ അത് അനുവദിക്കുന്നില്ല. എന്നാൽ ഓപ്പസ് ഡേ എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റി സഭയെ അനുവദിച്ചിട്ടുള്ള ആളുകളാണ്. അച്ഛന്മാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അവർക്ക് സഭയിൽ വലിയ സ്ഥാനമാണ്. പക്ഷേ സീക്രട്ട് സൊസൈറ്റിയാണ്. അവരിങ്ങനെ പുറത്തോട്ടിങ്ങനെ അടിക്കും. അവർ ചെയ്യുന്നത് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടി, ഇത് അവർ ചെയ്യുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അതാണ് ഉദ്ദേശിച്ചത്. നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഞാനൊരു നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇപ്പോഴും നടക്കുന്ന സംഗതിയാണ് ഈ ഓപ്പസ് ഡേ. ആ സീക്രട്ട് സൊസൈറ്റി ഇപ്പോഴും ഉണ്ട്. ഫ്ലാജലൻസ് ഇപ്പോഴും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തെ നമ്മൾ 3 രീതിയിലാണല്ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. നമ്മുടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ അടിമയാക്കി അതിനെ കൺട്രോൾ ചെയ്യണം. അത് നമ്മളെ തന്നെ അടിച്ച് ദണ്ഡിപ്പിച്ച് അങ്ങനെ ചെയ്യാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മൾ പറഞ്ഞത് we should bring everything, mortify your flesh doesn't mean that we have to beat up ourselves. It means that you have to bring the body and the mind under subjection of the Holy Spirit. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. തന്നെത്താനെ നമ്മൾ അടിക്കുകയും മറ്റുള്ളവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നവരുമുണ്ട്. ഒരാളെ അടിക്കുക, മറ്റാൾ ഇയാളെ അടിക്കുക. ഇതൊന്നും പൗലോസ് അപ്പോസ്തലനോ കർത്താവ് ഒന്നും നമ്മളെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ മനസ്സ്, നമ്മുടെ തിങ്കിങ്ങിനെയും നമ്മുടെ ബോഡി, തിങ്കിങ് അനുസരിച്ചാണല്ലോ ബോഡി ചെയ്യുന്നത്. അപ്പം തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്താൽ ആ തിങ്കിങ് ആണ് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം വി ബ്രിങ് എവറിഥിങ് in subjection to the Holy Spirit, that the Holy Spirit will control our soul and that will control our body. So the upper hand should be always for the Holy Spirit, and we should subject our body to be under the control of that, so then we can mortify our flesh like that. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് ചാപ്റ്റർ 10 വായിക്കാം. നിങ്ങൾക്ക് യു ക്യാൻ ലുക്ക് അപ്പ് ദീസ് തിങ്സ്, ഓപ്പസ് ഡേ ആൻഡ് ഫ്ലാജലൻസ് ആൻഡ് ഇസ്ത്മിയൻ ഗെയിംസ്. ഇതൊക്കെ വായിച്ച് നമുക്ക് ഈ പൗലോസ് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാകും. അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ വേർഡ് പിക്ചേഴ്സ്, ഇത് എവിടെ നിന്ന് വന്നതാണ് നമുക്കൊരു പിടി കിട്ടും. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനമായിരിക്കും. നിങ്ങൾ ഓൺലൈനിലും ഇവിടെ വന്നും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്.